ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് മലയാള സിനിമാ ലോകത്തെ ആദ്യകാല സൂപ്പർ താരങ്ങളെക്കുറിച്ചാണ്. പ്രേം നസീർ. മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനായിരുന്നു പ്രേം നസീർ. അബ്ദുൽ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. 1929 മാർച്ച് 23 തിരുവനന്തപുരം ചിറയിൻകീഴിലാണ് അദ്ദേഹം ജനിച്ചത്. 1952 പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ബിഗ് സ്ക്രീനിൽ അദ്ദേഹം വന്നത്. 542 മലയാളം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിലും 130 സിനിമകളിൽ ഒരേ നായികയ്ക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പേരിലും 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. തിക്കുറിശ്ശി സുകുമാരൻ നായർ. മലയാളത്തിലെ കവിയും നാടകരചയിതാവും സിനിമാഗാന രചയിതാവും നടനും സംവിധായകനുമായിരുന്നു തിക്കുറിശ്ശി സുകുമാരൻ നായർ. 1916 ഒക്ടോബർ 24 ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിലെ തിക്കുറിശ്ശി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 8-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത രചിച്ചത്. 14-ാമത്തെ വയസ്സിൽ ആ കവിത പ്രസിദ്ധീകരിച്ചു. 1950കളിൽ മലയാള സിനിമ പിച്ച വെച്ചു തുടങ്ങിയ കാലത്താണ് തിക്കുറിശ്ശി ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത്. ജീവിത നൗക എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന പദവി അദ്ദേഹം കരസ്ഥമാക്കി. അടൂർ ബാസി. മലയാള സിനിമാ ഹാസ്യത്തിന് ഒരു പുതിയ ദിശ നൽകിയ ഹാസ്യ നടനായിരുന്നു അടൂർ ബാസി എന്ന കെ ഭാസ്കരൻ നായർ. 1927 മാർച്ച് 1 അടൂരിലെ പെരിങ്ങനാട് ചെറുതെങ്ങിലഴികത്ത് തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അഭിനയം കൂടാതെ രചയിതാവ്, പത്രപ്രവർത്തകൻ, ഗായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യൻ. തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും തൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നു മാനുവൽ സത്യനേശൻ എന്ന സത്യൻ. 1912 നവംബർ 9 തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആറാമട എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ചലച്ചിത്ര നടൻ എന്നതിനു പുറമെ പോലീസ് ഇൻസ്പെക്ടർ, പട്ടാളക്കാരൻ, ക്ലർക്ക്, സ്കൂൾ അധ്യാപകൻ തുടങ്ങിയ ജോലികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ദശാബ്ദങ്ങൾ കടന്നുപോയിട്ടും മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു പാഠപുസ്തകമായി സത്യൻ ഇന്നും ജീവിക്കുന്നു. ജയൻ. പൗരുഷഭാവങ്ങൾക്കും അതുല്യമായ അഭിനയ ശൈലിയുടെയും പേരിലാണ് അദ്ദേഹം കൂടുതലായും അറിയപ്പെടുന്നത്. അതിസങ്കീർണമായ സാഹസിക രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗൗനിക്കാതെ തന്മയത്വമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കഴിവ്. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ ജനിച്ചത്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്തൊരു തരംഗം സൃഷ്ടിച്ച അഭിനേതാവായിരുന്നു ജയൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഭിനേതാവായി ഉയർന്നുവന്ന കാലയളവിനു മുമ്പ് ഇന്ത്യൻ നാവികസേനയിലെ ചീഫ് പെറ്റി ഓഫീസറായിരുന്നു അദ്ദേഹം. 41-ാം വയസ്സിൽ തൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കവേ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. കാലത്തിൻ്റെ തിരശ്ശീലയ്ക്കു പുറകിൽ മറഞ്ഞുവെങ്കിലും പൗരുഷത്തിൻ്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുക എന്നത് ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തിനു മാത്രമേ സാധിച്ചിട്ടുള്ളൂ.